July month is my birthday month and I turned 36 this year. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസർ ആയ ബുക്സിൽ നിന്ന് ഞാൻ പഠിച്ച 36 ലൈഫ് ലെസൺസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 36 ലൈഫ് ലെസൺസ് ഐ ലേൺ ഫ്രം ബുക്സ് അറ്റ് ദ ഏജ് ഓഫ് 36. ഇത് ഇത്തിരി ലോങ് വീഡിയോ ആണ്. സോ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. ട്രൈ ടു റിലേറ്റ് ദീസ് ലെസൺസ് വിത്ത് യുവർ ലൈഫ് ആൻഡ് യൂസ്ഫുൾ ആയി തോന്നിയ ലെസൺസ് ഒക്കെ അപ്ലൈയും ചെയ്യുക. ഒപ്പം ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതും എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ തന്നതുമെല്ലാം ബുക്സ് ആണ്. നിങ്ങളുടെ ലൈഫിലും നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ബുക്ക് വായന ഹെൽപ്പ് ചെയ്യും. സോ റീഡ് മോർ ബുക്സ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മീ. നമ്പർ 1, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് ഓർ ലേൺ എനിത്തിങ് ന്യൂ. പ്രായമാകുന്തോറും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ ഒരു ചെറിയ മടിയുണ്ടാവും. ഈ പ്രായത്തിൽ ഇനിയിപ്പോ ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, പ്രായമൊക്കെ ആയില്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് കാരണം പുതിയ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കും. പക്ഷെ ചില ബയോഗ്രഫീസ് ആൻഡ് മെമ്മോയർസ് വായിക്കുമ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഏത് കാര്യവും ഏത് പ്രായത്തിലും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വാല്യുബിൾ ലെസൺ ഞാൻ പഠിച്ചു. നമ്പർ 2, വി കനോട്ട് കൺട്രോൾ അതേഴ്സ് ബട്ട് ഇൻഫ്ലുവൻസ് ദം. ഇത് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലെസൺ ആണ്. ഏത് ബുക്കിൽ നിന്നാണ് ഞാനിത് വായിച്ചതെന്ന് ഓർമ്മയില്ല, പക്ഷെ ഈ ഒരു സെന്റൻസ് എന്റെ മനസ്സിൽ നല്ലപോലെ പതിഞ്ഞിട്ടുണ്ട്. മനുഷ്യർ എപ്പോഴും അവർ ഫോളോ ചെയ്യുന്ന രീതികള്, അവർ പഠിച്ച കാര്യങ്ങള്, അവരുടെ ചിന്താഗതികള് അതെല്ലാമാണ് ശരി. അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് അവരും അതൊക്കെ ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട്. എന്നിട്ട് മറ്റുള്ളവർ താൻ വിചാരിച്ച പോലെ ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഫ്രസ്ട്രേറ്റഡ് ആകും. ബട്ട് ഇൻ റിയാലിറ്റി നമ്മുടെ അറിവിനോട് നമുക്കുള്ള ട്രസ്റ്റ് പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അവരുടെ അറിവിനോടുള്ള വിശ്വാസം. സോ ഇൻസ്റ്റെഡ് ഓഫ് കൺട്രോളിങ് അതേഴ്സ്, സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ദാറ്റ് വിൽ ബ്രിങ് ഹാപ്പിനെസ് ടു യുവർ ലൈഫ് ആൻഡ് അതേഴ്സ്. നമ്പർ 3, എവരിവൺ ഹാസ് 24 hours in a day. ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദിവസത്തിലെ 24 മണിക്കൂർ. നല്ല സക്സസ്ഫുൾ ആയ ആൾക്കും ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. അതുപോലെ ഒന്നും ചെയ്യാനേ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കുന്ന എല്ലാ പണികളും ഒരു ദിവസം ചെയ്തു തീർക്കാൻ പറ്റില്ല. സോ ജോലികൾ പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പല ടൈം മാനേജ്മെന്റ് ബുക്സ് വായിച്ച് കുറച്ചൊക്കെ ബോധം വന്ന ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നതിന് പകരം ഒരു ജോലി ചെയ്യാതെ ഞാൻ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതെന്റെ പ്രയോറിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് റിയലി യുവർ പ്രയോറിറ്റി, അത് ചെയ്യാനായിട്ട് എന്തായാലും നമ്മൾ സമയം കണ്ടെത്തും. സോ എക്സസൈസ് ചെയ്യാൻ സമയമില്ല, ബുക്ക് വായിക്കാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇസ് നോട്ട് യുവർ പ്രയോറിറ്റി നൗ. ഈ ഒരു ചിന്താഗതി ആക്ച്വലി എന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ്. നമ്പർ 4, സം ഡേ ഇസ് നോട്ട് എ ഡേ ഇൻ എ വീക്ക്. സം ഡേ ഇസ് നോട്ട് എ ഡേ ഇൻ എ വീക്ക് എന്ന ഒരു ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ലെസൺ പഠിച്ചത്. ലൈഫ് ബിസി ആകുമ്പോൾ നമ്മൾ ഒരുപാട് പേരും ലൈഫ് എൻജോയ് ചെയ്യാൻ മറക്കുന്നു. ഇപ്പോ സമയമില്ല, കാശില്ല, കുറച്ചൊക്കെ സമ്പാദിക്കട്ടെ, മക്കൾ വലുതാവട്ടെ, മക്കളെ കെട്ടിച്ചു വിടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. മറ്റൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആ മറ്റൊരു ദിവസം എന്നൊരു ദിവസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഹെൽത്ത് ആ സമയം ഉണ്ടാകണമെന്നില്ല. സോ ബി present and enjoy each and every moments in your life. Number 5, we blame others when we don't have the courage to do a job. ഒരു ജോലി ചെയ്യാനോ ഓർ പുതിയൊരു കാര്യമൊക്കെ പഠിക്കാനൊക്കെ ധൈര്യമില്ലാത്തവർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. അത് ഭയങ്കര ഈസി ആണല്ലോ, ഇത് കാരണമാണ് ഞാൻ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് വിരൽ മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കാര്യം ചെയ്യാനോ പഠിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത്? മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ സ്വയം റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യാനായിട്ടുള്ള ധൈര്യം എനിക്ക് ലഭിച്ചത് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന ഒരു ബുക്കിൽ നിന്നാണ്. ഡ്രൈവിംഗ് എന്ന എന്റെ പേടിയെ ധൈര്യത്തോടെ നേരിടാനായിട്ട് കറേജ് ഇല്ലാതെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാത്തതിന് കാരണം എന്റെ പാരന്റ്സും ഹസ്ബൻഡുമാണ് എന്നൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നു. ബട്ട് ബുക്സ് എനിക്ക് ആ പേടി ഫേസ് ചെയ്ത് അത് കോൺക്യൂർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്പർ 6, ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ കൾച്ചർ, ക്രിയേറ്റ് യുവർ ഓൺ കൾച്ചർ. ഇത് ട്യൂസ്ഡേസ് വിത്ത് മോറി എന്നൊരു ബുക്കിലൂടെയാണ് ഞാൻ അറിയാനിടയായത്. നമ്മൾ സാധാരണ എന്റെ നാട് ശരിയല്ല, ഇവിടുന്ന് സ്ഥലം വിട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ, അതുപോലെ എന്റെ റിലേറ്റീവ്സ് തീരെ ശരിയല്ല, അവരുടെ രീതികളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, അവരുടെ അടുത്ത് നിന്ന് വേഗം തന്നെ ഓടണം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം റിയലൈസ് ചെയ്യാനുള്ളത്, എല്ലായിടത്തും ഇതുപോലെ പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെ കൾച്ചർ രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതിൽ നിന്നും ഒളിച്ചോടുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുതിയൊരു കൾച്ചർ ഉണ്ടാക്കുക. എന്നിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് വറി ചെയ്യാതെ ജസ്റ്റ് ഫോളോ ദാറ്റ്. നമ്പർ 7, മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെന്റ്. മെൻ ആൻഡ് വിമന്റെ ഇക്വാലിറ്റിനെ കുറിച്ചൊന്നും അല്ലാട്ടോ ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഓരോ കാര്യങ്ങൾക്കും ബിഹേവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വുമൻ ആർ ഫ്രം വീനസ് എന്ന ബുക്ക് വായിച്ചതിലൂടെയാണ് എനിക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. കപ്പിൾസ് ഈ ബുക്ക് വായിക്കുന്നത് അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കാര്യത്തിൽ വിഷമം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം വിമൻ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മെൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും. സോ ഇറ്റ് വിൽ മേക്ക് യുവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്. നമ്പർ 8, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷോ യുവർ വർക്ക്. ഇത് ഷോ യുവർ വർക്ക് എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ച് ഇപ്പോൾ ഫോളോ ചെയ്യാറുള്ള ഒരു ലെസൺ ആണ്. നമ്മുടെ വർക്കിനെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയാനും ഓൺലൈനിൽ ഷെയർ ചെയ്യാനും എല്ലാം ചിലപ്പോൾ
ചിലപ്പോൾ ചിലർക്ക് മടി ഉണ്ടാവും. ഞാൻ ഇതിലൊരു ബിഗിനർ അല്ലേ, ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, കുറച്ചുകൂടി ആവട്ടെ എന്നിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഹെസിറ്റേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങളുടെ വർക്ക് എത്ര തന്നെ ചെറുതാണെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ടു ഷോ യുവർ വർക്ക്. അത് ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാനും വർക്ക് റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ യൂട്യൂബ് വർക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാർക്കിലൊക്കെ വെച്ച് പുതിയതായിട്ട് ആരെങ്കിലും പരിചയപ്പെട്ടാലും ആർ യു വർക്കിംഗ് എന്ന് ചോദിച്ചാൽ ഞാൻ നോ എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാലും ഞാനും ഒരു ഫുൾ ടൈം എംപ്ലോയിനെ പോലെ രാവിലെ മുതൽ ഇതിനായി പണി ചെയ്യുന്നുണ്ട്. ആകെ ഒരു ഡിഫറൻസ് ഏർണിംഗ് വന്ന് തുടങ്ങിയിട്ടില്ല. ദാറ്റ് ഡസന്റ് മീൻ ഐ എം നോട്ട് വർക്കിംഗ്. സോ പിന്നെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാലും യെസ് ഐ എം എ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയും. അത് കേട്ടിട്ട് എന്റെ ചാനലിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് ആളുകൾ ശ്രമിക്കാറുണ്ട്. സോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷോ യുവർ വർക്ക്. നമ്പർ 9, ഫോക്കസ് ഓൺ ദി എസെൻഷ്യൽസ്. എസെൻഷ്യലിസം എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ച പാഠം, പല തോണിയിൽ കാല് വെച്ചിട്ട് എവിടെ എത്തുന്നില്ലല്ലോ എന്ന് പറയുന്നതിന് പകരം ഒരു തോണിയിൽ മാത്രം കാല് വയ്ക്കുക, എന്നിട്ട് ഫുൾ എനർജിയും ടൈമും ഫോക്കസും ഒക്കെ അതിനായിട്ട് കൊടുക്കുക എന്നതാണ് ഈ ബുക്കിന്റെ മെയിൻ തീം. അത് ജോലിയിൽ മാത്രമല്ല, പേഴ്സണൽ ലൈഫ്, പാരന്റിംഗ് ലൈഫ്, അങ്ങനെ പല ഫീൽഡിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒരു കുന്നുകണക്കിന് പണി നമുക്ക് ചെയ്യാനുണ്ടാകും. അതിൽ നിന്നും എസെൻഷ്യൽസിനെ തിരിച്ചറിഞ്ഞ് അത് മാത്രം ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 10, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. യൂഷ്വലി ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ വൃത്തിക്ക് പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ട്രയൽ തന്നെ നല്ല അടിപൊളി ഒരു സംഭവം ആക്കണം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇപ്പോഴും പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ടാവും. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ് അത്ര വലിയ സംഭവമല്ലാത്ത പ്ലാൻ ആണെങ്കിലും ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് അതിനൊരു ജീവൻ കൊടുക്കുക എന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ബിസി ആകുമ്പോൾ നമ്മൾ പറയാറുള്ള എക്സ്ക്യൂസസ് ആണ് എക്സസൈസ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല, ബുക്ക് വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന്. ബട്ട് ഇതിനൊക്കെ 1 hour or 30 minutes ഒക്കെ വേണം എന്ന് വിചാരിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കുട്ടി ടൈം ഒക്കെ ഉപയോഗിക്കുക. സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ്. നമ്പർ 11, റെഡ്യൂസ് ദ കൺസംപ്ഷൻ ഓഫ് നെഗറ്റിവിറ്റി ഫോർ എ ഹാപ്പി ലൈഫ്. ഒരു ഹാപ്പി ലൈഫിന് പോസിറ്റിവിറ്റി ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റിവിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നത്. ഇത് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ബുക്കാണ് ദ സീക്രട്ട്. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിൽ അധികം ഇടപെടാതിരുന്നാലും നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെ കൺസ്യൂം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഹേറ്റഡ് ആകാം, ന്യൂസ് ചാനൽസിലൂടെ കേൾക്കുന്ന കാര്യങ്ങളാകാം, ഓർ ചുറ്റുമുള്ളവരുടെ ഗോസിപ്പടിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാകാം. മാക്സിമം ഇതൊക്കെ ഒഴിവാക്കി നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ജീവിക്കുക. നമ്പർ 12, ടു റേസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് ടു ബി എ ഹ്യൂമൻ ബീങ്. ഇത് ടൈം ടു പാരന്റ് എന്നൊരു വണ്ടർഫുൾ ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ പാഠമാണ്. ഒരു കുട്ടിയായാല് പാരന്റ്സ് കുറെ കാര്യങ്ങൾ മറക്കും. കുഞ്ഞിന്റെ കൂടെ താൻ എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാനോ എക്സസൈസ് ചെയ്യാനോ കുറച്ച് സോളോ ടൈം എടുക്കാനോ എന്തിന് പ്രോപ്പറായിട്ട് ഒന്ന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതെല്ലാം അവോയ്ഡ് ചെയ്യും. ലാസ്റ്റ് ബേൺ ഔട്ട് കാരണം കുട്ടിയെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങൾ പ്രോപ്പറായി നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കും. ടൈം ടു പാരന്റ് എന്നൊരു ബുക്കിൽ പറയുന്ന കാര്യമാണ് ടു റേസ് എ ഹ്യൂമൻ ബീങ് യു ഹാവ് ടു ബി എ ഹ്യൂമൻ ബീങ്. മനുഷ്യൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ റെസ്റ്റ്, റിലാക്സേഷൻ, പ്രോപ്പർ സ്ലീപ്പ്, ഫുഡ്, എക്സസൈസ്, എന്റർടൈൻമെന്റ് ഇതെല്ലാം ആവശ്യമാണ്. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ആവാം, ബട്ട് ഫുൾ ആയിട്ട് ഇഗ്നോർ ചെയ്യരുത്. നമ്പർ 13, ഓവർകം യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ് വിത്ത് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. 12 Hour Walk എന്ന വണ്ടർഫുൾ ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ ലെസൺ ആണിത്. നമുക്ക് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പഠിക്കാനും എല്ലാം തടസ്സം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ഒരു മടി, ഒരിക്കൽ ഞാൻ തോറ്റു ഇനിയും അതുപോലെ ഉണ്ടാകുമെന്നുള്ള തോന്നൽ, മറ്റുള്ളവർ എന്ത് പറയുമെന്ന പേടി, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല, എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരില്ല, ആവശ്യത്തിനുള്ള സമയമില്ല, കാശില്ല, അങ്ങനെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനൊക്കെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി കാണുക എന്നത്. കമ്മിറ്റ് ടു ഇറ്റ് ആൻഡ് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്പർ 14, പ്ലാനിങ് ahead will helps to save time and reduce procrastination. ഇത് മൾട്ടിപ്പിൾ ബുക്സിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണ്. പ്ലാനിങ്ങിന് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ആവറേജ് ആ ജോലി ചെയ്യാനായിട്ട് 10 minute എങ്കിലും സേവ് ആവുമെന്നാണ് പറയുന്നത്. നാളെ എന്തൊക്കെ ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നത്, എന്ത് വർക്കൗട്ട് ആണ് ചെയ്യാൻ പോകുന്നത്, എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് സമയം കളയില്ല, മടി പിടിച്ച് പ്രോക്രാസ്റ്റിനേറ്റും ചെയ്യില്ല. നമ്പർ 15, പ്ലാൻ യുവർ ഡേ ബേസ്ഡ് ഓൺ യുവർ ക്രോണോടൈപ്പ്. പവർ ഓഫ് വൺ എന്ന ബുക്കിലൂടെയാണ് ഈ ക്രോണോടൈപ്സിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. ചിലരൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷ് ആയിട്ട് പണികൾ ചെയ്തു തുടങ്ങും. പക്ഷെ മറ്റു ചിലർക്ക് രാവിലെ നേരത്തെ എണീക്കാനേ പറ്റില്ല. ആവുമ്പോഴാണ് അവർക്ക് പണികൾ ചെയ്യാനായിട്ട് ഉഷാറുണ്ടാവുക. വലിയൊരു ശതമാനം ആളുകളും ഏർലി ബേർഡ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് മിക്ക പ്രൊഡക്ടിവിറ്റി ബുക്സിലും ഒക്കെ രാവിലെ നേരത്തെ എണീറ്റ് ജോലികൾ ചെയ്യാനായിട്ട് പറയുന്നത്. ബട്ട് നൈറ്റ് ഔൾസിന് ആ അഡ്വൈസ് അത്ര എഫക്റ്റീവ് ആകില്ല. സോ നിങ്ങളുടെ ക്രോണോടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡേ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത്. നമ്പർ 16, മേക്ക് അഡ്വാൻറ്റേജ് ഓഫ് പാർക്കിൻസൺസ് ലോ. പാർക്കിൻസൺസ് ലോ എന്താണ് പറയുന്നത് വെച്ചാൽ വർക്ക് എക്സ്പാൻഡ്സ് ടു ഫിൽ ദ ടൈം അലോട്ടഡ് ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. എത്ര സമയമാണോ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത് ആ സമയമാവുന്നത് വരെ ആ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഈ പാർക്കിൻസൺസ് ലോനെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി എടുക്കാം. ശരിക്കുമുള്ള ഡെഡ്ലൈനിന് മുന്നേ ഒരു ഫേക്ക് ഡെഡ്ലൈൻ ഇട്ടിട്ട് പണികൾ ചെയ്തു തുടങ്ങുക. അപ്പൊ പണികൾ വേഗം തന്നെ ചെയ്തു തീർക്കാനും പറ്റും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും
എന്തെങ്കിലും ബ്ലോക്സ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലൊരു ബഫർ ടൈമും കിട്ടും. നമ്പർ 17, കിഡ്സ് ഹാവ് ലവ് ലാംഗ്വേജസ് ടു. 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്കിലൂടെ അഡൽട്സിന്റെ ലവ് ലാംഗ്വേജസിനെ കുറിച്ചിട്ട് ഒരുപാട് പേർ അവെയർ ആയിരിക്കും. പക്ഷെ ഇതുപോലെ കുട്ടികൾക്കുമുണ്ട് ലവ് ലാംഗ്വേജ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് 5 ലവ് ലാംഗ്വേജസ് ഓഫ് ചിൽഡ്രൻ എന്നൊരു ബുക്കിലൂടെയാണ്. പാരന്റ്സ് കുട്ടികളെ സ്നേഹിക്കുന്നത് അവർക്ക് അറിയാത്ത ഭാഷയിലാണെങ്കിൽ എത്ര തന്നെ നമ്മൾ സ്നേഹം കൊടുത്താലും അവർക്ക് സ്നേഹം കിട്ടുന്ന പോലെ തോന്നില്ല. ഫിസിക്കൽ ടച്ച്, ഗിഫ്റ്റ്സ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ, ആക്ട്സ് ഓഫ് സർവീസ് ആൻഡ് ക്വാളിറ്റി ടൈം, ഇതൊക്കെയാണ് കുട്ടികളുടെയും 5 ലവ് ലാംഗ്വേജസ്. ഒരേ വീട്ടിലെ 2 കുട്ടികളുടെയും ലവ് ലാംഗ്വേജ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങളുടെ കുട്ടിയുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Then kids will start to feel loved. Number 18, mindful eating helps to lead a healthy life. നല്ല ബാലൻസ്ഡ് ആയിട്ട് കഴിക്കണം, അളവോടെ കഴിക്കണം എന്നെല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ അത്ര കാര്യമാക്കാത്ത ഒരു മൈൻഡ്ലെസ് ഈറ്റിംഗ് ഉണ്ട്. അത് കൂടുതലും വിമൻ ആണ് ചെയ്യാറുള്ളത്. 10 habits that mess up a women's diet എന്ന ബുക്കിലൂടെയാണ് ഞാൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുട്ടികൾ കഴിച്ചു കഴിയുമ്പോൾ അവരുടെ പ്ലേറ്റിൽ ബാക്കി വരുന്ന ഫുഡ്, കുക്ക് ചെയ്യുന്നതിനിടയിൽ ജസ്റ്റ് വായിൽ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊറിക്കുന്നത്, പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ കൂടെയുള്ളവരുടെ പ്ലേറ്റിൽ നിന്നും ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കുന്നത്, പിന്നെ ഉണ്ടാക്കിയ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് ഫുൾ എടുത്ത് കഴിക്കുന്നത്. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ചെറിയൊരു അളവാണെങ്കിലും ഇറ്റ് വിൽ ഗെറ്റ് ആഡഡ് അപ്പ്. അതും പ്രോപ്പർ ആയിട്ട് എക്സസൈസും കൂടി ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ബെല്ലി ഫാറ്റ് ആയിട്ട് വന്നടിയും. അത് പിന്നെ ഓരോ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്പർ 19, എക്സസൈസ് ഇംപ്രൂവ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. ഇതിപ്പോ ഇന്ന ബുക്ക് എന്നില്ല, ഒട്ടുമിക്ക സെൽഫ് ഹെൽപ്പ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബുക്സിലും പറയാറുള്ള ഒരു കാര്യമാണ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്. എക്സസൈസ് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം മെന്റൽ ഹെൽത്തും കൂടിയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഒരു എക്സസൈസ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ എൻഡോർഫിൻ റഷ് മൈൻഡ് ക്ലിയർ ചെയ്യും, സ്ട്രെസ് കുറയ്ക്കും, ഒപ്പം പ്രൊഡക്ടിവിറ്റിയും കൂട്ടും. അതുകൊണ്ട് ജോലി നിറയുണ്ട്, എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ജോലികൾ തുടങ്ങുന്നതിന് മുമ്പോ ഓർ ജോലികളുടെ ഇടയ്ക്ക് കുറച്ച് സമയമോ ഒക്കെ എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക. ഇറ്റ് വിൽ റിയലി ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമ്പർ 20, എക്സ്പീരിയൻസ് ദ പവർ ഓഫ് എസ് ബൈ സേയിങ് എസ് ടു ന്യൂ തിങ്സ്. ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ, ദ പവർ ഓഫ് എസ് എന്ന ബുക്കിലെ കഥകൾ വായിച്ചതിന് ശേഷം ഞാൻ എന്റെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു കാര്യമാണ് സേ എസ് ടു ന്യൂ തിങ്സ്. ലൈഫിൽ നല്ലൊരു കംഫർട്ട് സോൺ കിട്ടിയാൽ പിന്നെ സുഖമായി, അതും സേഫ് ആയിട്ട് മറ്റോ കാര്യങ്ങളെ കുറിച്ച് വറിയും ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷനും കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെയുള്ളപ്പോൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ഒരു പേടിയും മടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ പുതിയ കാര്യങ്ങളോട് എസ് പറയാതെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ലൈഫ് ഒന്നേ ഉള്ളൂ. സോ കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് സേ എസ് ടു ന്യൂ തിങ്സ്. Then you can experience the power of yes. Number 21, learning to say no will help for long term happiness. മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നോർത്ത് നോ പറയേണ്ട സമയങ്ങളിൽ ക്ലിയർ ആയി നോ പറയാതിരിക്കുന്നതും വേഗമായിട്ട് റിപ്ലൈ പറയുന്നതും എല്ലാത്തിനും എസ് പറയുന്നതുമെല്ലാം ഷോർട്ട് ടേം ആയിട്ട് ഒരു ആശ്വാസം നൽകുമെങ്കിലും അത് ലോങ് ടേം ഹാപ്പിനെസിനെ ബാധിക്കും. വരുന്ന എല്ലാ ജോലികൾക്കും എസ് പറഞ്ഞ് എല്ലാം കൂടി വലിച്ചു വാരിയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ചെയ്തു തീർക്കാനും പറ്റില്ല. ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റാതാകുമ്പോൾ സ്ട്രെസ് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റാതാവുന്നു. അറ്റ് ലാസ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷനും ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഇല്ലാതാകുന്നു. അതുപോലെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നോ ഗ്രേസ്ഫുൾ ആയി പറയാൻ പഠിച്ചില്ലെങ്കിലും ആ റിലേഷൻഷിപ്പിന്റെ ലോങ് ടേം ഹാപ്പിനെസിനെയും ബാധിക്കും. നമ്പർ 22, ഹാവ് ദ കറേജ് ടു ഫേസ് ദ ഫിയർ. നമുക്കെല്ലാം ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു പേടി ഉണ്ടാവും. അത് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മിക്കവാറും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. ബട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ പേടിയുള്ള കാര്യം ഇൻ കേസ് നിങ്ങൾക്ക് അത് പേടിയില്ലായിരുന്നെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി. നിങ്ങൾ അത് എൻജോയ് ചെയ്യുമോ? നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ചെയ്യുന്നത് മൂലം ബെനിഫിറ്റ് കിട്ടുമോ? ദെൻ ഫേസ് ദാറ്റ് ഫിയർ. പേടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് കാരണം മനസ്സിലങ്ങ് കിടന്നതാവാം. ധൈര്യത്തോടെ അതിനെ ഓവർകം ചെയ്യാം. നമ്പർ 23, ഹാവ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണിത്. നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനോ ഓർ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ലൈഫ് ജീവിക്കാനുമെല്ലാം നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നതിന് ഒരു കാരണമാണ് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടമല്ലാതാകുമോ എന്ന്. അത് കാരണം ഒരുപാട് കാര്യങ്ങളും ചെയ്യാതെ ഒരു മൂലക്കിട്ടിട്ടുണ്ടാകും. ബട്ട് ഇറ്റ്സ് യുവർ ലൈഫ്. ഹാവ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ഇഫ് യു ഹാവ് ടു ഡു വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ്. നമ്പർ 24, എവറിബഡി ഹാസ് ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ, സോ റെസ്പെക്ട് ദാറ്റ്. മറ്റുള്ളവരുടെ ലൈഫ് നോക്കി അവരെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അല്ല ഈസിയാണ്. പക്ഷെ അവർ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഒരു കാര്യത്തിന് നമുക്കുള്ള കാഴ്ചപ്പാട് പോലെ സെയിം തന്നെ ആകണമെന്നില്ല മറ്റൊരാൾക്കുള്ള കാഴ്ചപ്പാടും. സോ മറ്റുള്ളവരുടെ അടുത്ത് എംപത്തിയോടുകൂടി പെരുമാറുക, റെസ്പെക്ട് ദെയർ പോയിന്റ് ഓഫ് വ്യൂ. ഇത് പല ഫിക്ഷൻ ബുക്സ് വായിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയ പാഠമാണ്. നമ്പർ 25, ഡോണ്ട് ബി എ സ്ലേവ് ടു യുവർ ഫോൺ, ബി ദ മാസ്റ്റർ ഓഫ് ഇറ്റ്. ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം നല്ലൊരു ഹെൽപ്പർ ആണ്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും എല്ലാം ഫോൺ യൂസ് ചെയ്യുമ്പോൾ യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫോൺ. ബട്ട് ജസ്റ്റ് ഒന്ന് സമയം നോക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുത്തു, ഇതാ ഇപ്പൊ മണിക്കൂർ കണക്കിന് വെറുതെ സ്ക്രോൾ ചെയ്തിരുന്നു സമയം കളയുന്നു എന്നാണ് സിറ്റുവേഷൻ എങ്കിൽ then you are the slave to your phone. മാസ്റ്റർ ആണോ സ്ലേവ് ആണോ എന്നെല്ലാം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്പർ 26, find time to build systems that saves you more time.
സമയം കുറച്ച് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് ബിൽഡ് സിസ്റ്റംസ്. നിറയെ പണികൾ ചെയ്യാനുള്ളപ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് സിസ്റ്റംസ് ഒന്നും ബിൽഡ് ചെയ്യാനായിട്ട് നിൽക്കില്ല. ബട്ട് കുറച്ച് സമയം അതിനായി മാറ്റി വെച്ചിട്ട് റിപ്പീറ്റഡ് ആയി വരുന്ന പണികളൊക്കെ നോട്ട് ചെയ്ത് അത് ഒഴിവാക്കാനോ കുറയ്ക്കാനുള്ള രീതിയിൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക. അതുപോലെ പണികൾ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ തന്നെ കുറെ സമയം പോകും. സോ ആ ഒരു അവസ്ഥയും മാറ്റാനായിട്ട് സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്നത് സഹായിക്കും. നമ്പർ 27, ലാക്ക് ഓഫ് അവയർനെസ് ഇസ് ദ കോസ് ഓഫ് മെനി ഫിയേഴ്സ്. പല കാര്യങ്ങളിലും നമുക്കുള്ള പേടിക്ക് ഒരു കാരണമാണ് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ട് അവയർനെസ് ഇല്ലാത്തത്. അതിപ്പോ ന്യൂ പാരന്റ്സ് ന്യൂ ബോൺ ബേബീസിനെ നോക്കുന്ന കാര്യത്തിലുള്ള പേടിയാകാം, പ്രഗ്നൻസി ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാതെ പേടിച്ചിരിക്കുന്നതാവാം, പുതിയ ആക്ടിവിറ്റീസ് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാകാം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാകാം. പ്രോപ്പർ നോളേജ് ഇല്ലാതാകുമ്പോൾ അയ്യോ എന്താകുമോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യാതാവുന്നു. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നോളേജ് ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക, ഐദർ ത്രൂ റീഡിംഗ് ബുക്സ് ഓർ വാച്ചിങ് സം വീഡിയോസ്. നമ്പർ 28, കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു സക്സസ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ് അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു സംരംഭം വിചാരിച്ച പോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ ഷെടാ ഇത് ഫ്ലോപ്പ് ആയി എന്ന് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വിചാരിച്ച് ഗിവ് അപ്പ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ തുടങ്ങിയ സംരംഭത്തിന്റെ നേച്ചർ അനുസരിച്ചിട്ടും നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും അത് സക്സസ് ആകാൻ എടുക്കുന്ന സമയം. മിസ്റ്റേക്സിലൂടെ പഠിക്കുന്ന പാഠങ്ങളും സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കുന്ന പാഠങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പരിശ്രമിക്കുക. നമ്പർ 29, ആക്റ്റീവ് പാരന്റിംഗ് റെഡ്യൂസസ് സ്ട്രെസ് ആൻഡ് ബ്രിങ് ഹാപ്പിനെസ് ടു യുവർ ലൈഫ് ആൻഡ് യുവർ കിഡ്സ് ലൈഫ്. കുട്ടികളുടെ കൂടെ ഒരുപാട് സമയം പാസീവായി ചിലവഴിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് കുറച്ച് സമയമാണെങ്കിലും ആക്റ്റീവായിട്ട് ചിലവഴിക്കുന്നത്. ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ സൈഡിൽ കൂടി ഫോണോ ടിവിയോ ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാലും എത്ര സമയം നിങ്ങൾ അവരുടെ കൂടെ കളിച്ചാലും അവർക്കത് മതിയാവാത്ത പോലെ തോന്നും. ഫുൾ എല്ലാത്തിനും വിളിച്ചോണ്ടേയിരിക്കും, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അലമ്പ് കാണിക്കും. അത് കാണുമ്പോൾ നമ്മളും സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നു. നേരെ മറിച്ച് ഫുള്ളി പ്രസന്റ് ആയിട്ട് ആക്റ്റീവ് പാരന്റിംഗ് ചെയ്യുമ്പോൾ കിഡ്സ് വിൽ ഫീൽ ലൗഡ് ആൻഡ് കുറച്ച് സമയം കഴിഞ്ഞും അവർ തന്നെ മാറിയിരുന്ന് കളിച്ചോളും. ലെസ് സ്ട്രെസ് ആൻഡ് മോർ ഹാപ്പിനെസ്. നമ്പർ 30, ബിൽഡ് ഹാബിറ്റ് ടു ഡു ദ തിങ്സ് യു വാണ്ട് ടു ഡു. നമ്മൾ മോസ്റ്റ്ലി ഹാവ് ടു ഡു തിങ്സ് ഒക്കെ എന്തായാലും ചെയ്തു പോകും. ബട്ട് വാണ്ട് ടു ഡു തിങ്സ് ഒക്കെ മിക്കവാറും മാറ്റി വെക്കുന്നുണ്ടാവും. എനിക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ബുക്ക് വായിക്കണമെന്നുണ്ട്, എനിക്ക് ഹോബീസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എത്ര വിചാരിച്ചിട്ടും നടക്കുന്നില്ല, സമയം കിട്ടുന്നില്ല എന്ന സിറ്റുവേഷനിലൂടെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. മാക്സിമം ഈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മൈൻഡ്ലെസ് ആയിട്ട് ചെയ്തു പോകും. ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിന് മസ്റ്റ് ആയിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. നമ്പർ 31, സ്ലീപ്പ് ഇസ് എ മെഡിക്കേഷൻ ഫോർ ഹാപ്പി ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫ്. നല്ലൊരു ഹാപ്പി ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് ലൈഫിനുള്ള ഒരു ഒറ്റമൂല്യമാണ് സ്ലീപ്പ്. നിറയെ പണികളുണ്ട്, അതൊക്കെ തീർക്കണമെങ്കിൽ ഉറക്കം ഒഴിക്കാതെ വഴിയില്ല എന്ന് പറഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലികളുടെ ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആകുന്നു, ഹെൽത്തും നഷ്ടപ്പെടുന്നു. പ്രോപ്പർ റെസ്റ്റ് ആൻഡ് റിലാക്സേഷന് നല്ലൊരു സ്ലീപ്പ് നിങ്ങളുടെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെസ്പോണ്ട് ബാക്ക് വിത്ത് മോർ എനർജി ആൻഡ് നല്ല ക്വാളിറ്റി വർക്ക് കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാനും പറ്റും. ഒപ്പം നല്ല ലൈഫ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. നമ്പർ 32, അക്നോളജിംഗ് ദ ഫീലിംഗ്സ് ഓഫ് കിഡ്സ് റെഡ്യൂസസ് പാരന്റൽ കയോസ്. ഇത് ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ സോ കിഡ്സ് വിൽ ടോക്ക് എന്ന ഒരു വണ്ടർഫുൾ പാരന്റിംഗ് ബുക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയതും എന്റെ പാരന്റിംഗിൽ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് എക്സ്പീരിയൻസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിന് കരഞ്ഞിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് അവരുടെ കരച്ചിൽ നിർത്താനോ ഓർ അവരുടെ ദേഷ്യം നിർത്താനോ ഒക്കെ നോക്കുന്നത്. ഇതൊക്കെ ചെറിയ കാര്യമല്ല, ഇതിനൊക്കെ കരയണോ, കരയണ്ട പോട്ടെ, ഇതിനൊക്കെ ദേഷ്യപ്പെടണോ, നോ സ്റ്റോപ്പ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ദേഷ്യത്തിലിരിക്കുമ്പോഴോ വിഷമിച്ചിരിക്കുമ്പോഴോ മറ്റൊരാൾ ഇതുപോലെ നമ്മളോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വിൽ വി ഫീൽ? അതുകൊണ്ട് ഫസ്റ്റ് കുട്ടികളുടെ ഫീലിംഗ്സ് അക്നോളജ് ചെയ്യുക. ആർ യു സാഡ്, എന്ത് പറ്റി, നീ ദേഷ്യത്തിലാണോ എന്നിങ്ങനെ അവരുടെ ഫീലിംഗ്സ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് കുട്ടികൾ അറിഞ്ഞാൽ അവർ വേഗം തന്നെ കാം ഡൗൺ ആകും. ഇങ്ങനെ നല്ല നല്ല പാരന്റിംഗ് ടിപ്സ് ഉള്ള ഒരു ബുക്കാണത് ആൻഡ് ഇറ്റ് റിയലി ചേഞ്ച് മൈ പാരന്റിംഗ് ലൈഫ്. നമ്പർ 33, ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു വാട്ട് യു ഗോട്ട് ഇൻ യുവർ ലൈഫ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ എവറി ഡേ ടു സീ പോസിറ്റിവിറ്റി ഇൻ യുവർ ലൈഫ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ബുക്കാണ് ദ സീക്രട്ട്. ഞാൻ ബുള്ളറ്റ് ജേർണൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ചിലരൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ലോഗിന് വേണ്ടിയിട്ട് പേജ് മാറ്റി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ പേജ് കളയണോ, അതിന് വരെ ഗോൾസ് ഹാബിറ്റ്സ് ഇതൊക്കെ ട്രാക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ബട്ട് ദ സീക്രട്ട് എന്ന ബുക്ക് വായിച്ചതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഓരോ ദിവസവും നടന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഓർ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഐ ആം താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്ന് എന്റെ കൈകൾ കൊണ്ട് എഴുതുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് ഫീൽ കിട്ടുന്ന പോലെയാണ്. അത് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കാനും ലൈഫിൽ നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും എല്ലാം സഹായിക്കും.
സഹായിക്കും. നമ്പർ 34, ഡിസ്കവർ യുവർ സെൽഫ് ബൈ എംബ്രേസിംഗ് സോളിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫുള്ളായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കില്ല. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഡിഗ്രി കോഴ്സിന് ചേരുന്നതോ ഒരു ജോലിക്ക് ചേരുന്നതോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമെല്ലാം മിക്കവാറും പാരന്റ്സ്, സിബ്ലിങ്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. പക്ഷെ ഇതെന്റെ ലൈഫാണ്, ഡു ഐ റിയലി വാണ്ട് ടു സ്റ്റഡി ദിസ് കോഴ്സ്, ഡു ഐ റിയലി വാണ്ട് ടു ഡു ദിസ് ജോബ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഒരു ഹാപ്പി ലൈഫിന് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ഓവർലോഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചോദ്യങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു എംബ്രേസ് സോളിറ്റ്യൂഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ സോളിറ്റ്യൂഡിനായിട്ട് സമയം കണ്ടെത്തുക. ഫോണും മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ സോളിറ്റ്യൂഡിലിരുന്ന് മൈൻഡ് ക്ലിയർ ആക്കുക. ഈ ചോദ്യങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. നമ്പർ 35, സെൽഫ് കെയർ ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് യുവർ ലൈഫ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. ഇത് ഒട്ടുമിക്ക നോൺ ഫിക്ഷൻ ബുക്കിലുമുള്ള ലെസൺ ആണ്. പാരന്റിംഗ് ഇംപ്രൂവ് ചെയ്യണോ, ദെൻ സെൽഫ് കെയർ. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണോ, ദെൻ സെൽഫ് കെയർ. ടൈം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണോ, ദെൻ സെൽഫ് കെയർ. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണോ, ദെൻ സെൽഫ് കെയർ. അങ്ങനെ നമ്മുടെ ലൈഫിൽ സക്സസ് ആൻഡ് ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് മസ്റ്റ് ആണ് സെൽഫ് കെയർ. എത്ര ബിസി ആയിട്ട് ലൈഫ് പോയാലും ചില സെൽഫ് കെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയേ വഴിയുള്ളൂ. അതിപ്പോ സോളോ ടൈം, എക്സസൈസ്, ഹോബീസ്, മെഡിറ്റേഷൻ, റിലാക്സേഷൻ, വെക്കേഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇല്ലെങ്കിൽ ബോഡിയും മൈൻഡും പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. നമ്പർ 36, ഐ എം നോട്ട് ലിവിംഗ് ടു സാറ്റിസ്ഫൈ അതർ പീപ്പിൾസ് എക്സ്പെക്ടേഷൻസ്. ഇതും അഗെയിൻ ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന ബുക്കിലൂടെ ഞാൻ പഠിച്ച പാഠമാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാനുള്ളതല്ല എന്റെ ലൈഫ്. അതുപോലെ മറ്റുള്ളവർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പുതിയൊരു കാര്യം പഠിക്കാനോ ഓർ പുതിയൊരു കാര്യം തുടങ്ങാനുമെല്ലാം ഒരു പേടി വരുന്നത്. തോൽവി നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഭയം വരുന്നത്. സോ എല്ലാം മനസ്സിലടക്കി വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ലൈഫ് നയിക്കേണ്ടി വരുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് ഗ്രേസ്ഫുൾ ആയിട്ട് നോ പറയുക, പുതിയ കാര്യങ്ങൾക്ക് ധൈര്യത്തോടെ യെസ് പറയുക, ലൈഫിൽ വേണ്ട കാര്യങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പരിശ്രമിക്കുക, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. ഇതിനൊക്കെ മറ്റെന്ത് എക്സ്റ്റേണൽ ആളുകളിൽ നിന്നും തടസ്സം നേരിടേണ്ടി വന്നാലും ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഐ എം നോട്ട് ലിവിംഗ് ടു സാറ്റിസ്ഫൈ അതർ പീപ്പിൾസ് എക്സ്പെക്ടേഷൻസ്. അത്രേ ഉള്ളൂ. അപ്പ ഇതൊരു വലിയ വീഡിയോ ആയിപ്പോയി. പക്ഷെ ബുക്സിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളൊക്കെ പറയാനായിട്ട് ഈ സമയമൊന്നും പോരാ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഷോർട്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക. ഇതിലെ ലെസൺസ് ഒക്കെ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് റെലവെന്റ് ആയി തോന്നുന്ന പാഠങ്ങളൊക്കെ ഒരു സ്റ്റിക്കി നോട്ടിലോ വല്ലതും ഒന്ന് എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി ഡെസ്കിലോ വർക്ക് ഡെസ്കിലോ ഒക്കെ കാണുന്ന പോലെ വെക്കുക. ആൻഡ് അതൊക്കെ അപ്ലൈ ചെയ്തും നോക്കുക. ഇതിൽ ഏതൊക്കെ ലെസൺസുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഒപ്പം ധാരാളം ബുക്സ് വായിക്കുക. ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.